ഹായ്. നമുക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ നമ്മുടെ വൈബ് ഉയർത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെപ്പോഴും സംസാരിക്കുന്നതാണ്. കാരണം നമ്മളെല്ലാം എനർജിയാൽ നിർമ്മിക്കപ്പെട്ടതാണ്. നമുക്കെല്ലാം ഒരു എനർജിയുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉണ്ട്. ഇതിനെയാണ് വൈബ് എന്ന് പറയുന്നത്. ഈ വൈബ് കൂടിയാൽ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ കൂടും. നമ്മുടെ ബ്രെയിനും നെർവസ് സിസ്റ്റവും എല്ലാം ഉണർന്ന് പ്രവർത്തിക്കും. ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഈ ഒരു ഉയർന്ന വൈബിനനുസരിച്ച് ഉയർന്ന ക്വാളിറ്റിയുള്ള രീതിയിലായിരിക്കും. ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി സംഭവിക്കുന്നത്, മുമ്പെങ്ങും ഇല്ലാത്ത വിധം ചുറ്റുമുള്ള ആളുകൾ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്നത്, അപരിചിതർ പോലും നമ്മളെ സഹായിക്കാനായി മുന്നോട്ട് വരുന്നത്, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ഉയർന്ന വൈബ്രേഷൻ അനുസരിച്ച്, ഉയർന്ന വൈബിനനുസരിച്ച് നമ്മൾ തന്നെ ആകർഷിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനനുസരിച്ച് അക്കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നതാണ്. അതേസമയം നമ്മുടെ വൈബ് താഴുകയാണെങ്കിലോ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പലപ്പോഴും സംഭവിക്കുക. അതായത് നല്ല ആളുകൾക്ക് പകരം ചുറ്റുവട്ടത്തും കൂടുതൽ നെഗറ്റീവായ ആളുകൾ ഉണ്ടാവുക, തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ കൂടുതലായി ഉണ്ടാവുക, ഇതൊക്കെ താഴ്ന്ന വൈബിന്റെ ലക്ഷണങ്ങളാണ്. അതായത് നമുക്ക് ഉയർന്ന വൈബാണെങ്കിൽ സുഗമമായ ജീവിതമുണ്ടാകും, താഴ്ന്ന വൈബാണെങ്കിൽ ബുദ്ധിമുട്ടേറിയ ജീവിതമുണ്ടാകും. അതാണ് പ്രപഞ്ചത്തിന്റെ ദി ലോ ഓഫ് വൈബ്രേഷൻ പറയുന്നത്. സമാന വൈബിലുള്ളവ ആകർഷിപ്പിക്കപ്പെടും. അതുകൊണ്ട് നമുക്കൊരു ഉയർന്ന ജീവിതം വേണമെങ്കിൽ നമ്മൾ എപ്പോഴും മുൻഗണന കൊടുക്കേണ്ടത് നമ്മുടെ വൈബ് ഉയർന്ന തലത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലായിരിക്കണം. സത്യത്തിൽ നമ്മളെല്ലാം സ്വാഭാവികമായും ഒരു ഉയർന്ന വൈബിലുള്ള ആളുകളാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും അറിയാതെ ചെയ്തു പോകുന്ന ചില അബദ്ധങ്ങളാണ് ഈ വൈബ് താഴ്ന്നു പോകുന്നതിന് കാരണം. ആ അബദ്ധങ്ങളെ മനസ്സിലാക്കി അവയെ വിട്ടുകളയാൻ തയ്യാറായാൽ നമ്മുടെ വൈബ് ഒരുപാട് താഴ്ന്നു പോകാതെ അവയെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ പലരും അറിയാതെ അബദ്ധത്തിൽ കൊണ്ടു നടക്കുന്ന 3 ശീലങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ 3 ശീലങ്ങളെ വിട്ടുകളയാൻ തയ്യാറായാൽ തീർച്ചയായും നിങ്ങളുടെ വൈബ് ഒരുപാട് അങ്ങ് താഴ്ന്നു പോകാതെ ഉയർന്ന തലത്തിൽ നിലനിർത്താൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വൈബ് താഴ്ന്നു പോകാതിരിക്കാൻ ഉപേക്ഷിക്കേണ്ട ഒന്നാമത്തെ ശീലമാണ് ഗോസിപ്പിംഗ് എന്നത്. മറ്റുള്ളവരെ കുറ്റം പറയുക അല്ലെങ്കിൽ പരദൂഷണം പറയുക എന്നുള്ളത്. അതിനി നിങ്ങൾ മറ്റുള്ള മനുഷ്യരോട് നേരിട്ട് പറയുന്നതാണെങ്കിലും ശരി തന്നെ, സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ഇട്ട് പറയുന്നതാണെങ്കിലും ശരി തന്നെ, ഇനി ആരുടെയെങ്കിലും വീഡിയോയുടെ താഴെ കമന്റായിട്ട് കുറ്റം പറഞ്ഞാൽ കൂടിയും കുറ്റം പറച്ചിൽ തന്നെയാണ്. ഇത് നമ്മുടെ വൈബ്രേഷൻ ഓഫ് ഫ്രീക്വൻസിയെ, വൈബിനെ വലിച്ച് താഴ്ത്തുന്നുണ്ട്. നമ്മൾ മറ്റുള്ള വ്യക്തികളെക്കുറിച്ചോ ഒരു സാഹചര്യത്തെക്കുറിച്ചോ നെഗറ്റീവായി സംസാരിക്കുമ്പോൾ നമ്മളതൊരു നോർമൽ സംഭാഷണമായിട്ടാണ് കാണുന്നത്. എന്നാൽ അതിലൂടെ നമ്മൾ അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്ന് കൂടി അറിയണം. അതായത് നമ്മൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് അത് കൂടുതലായി അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശം നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിന് നൽകുന്നുണ്ട്. ആ കുറ്റം പറയുക എന്ന് പറഞ്ഞാൽ കുറ്റത്തിലേക്ക് നോക്കി, അയാളുടെ കുറവിലേക്ക് നോക്കി, അല്ലെങ്കിൽ അയാളുടെ നെഗറ്റിവിറ്റിയിലേക്ക് നോക്കിക്കൊണ്ട് സംസാരിക്കുക എന്നാണ്. നമ്മൾ എന്തിലാണോ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത് ആ ഒരു നെഗറ്റീവ് വശങ്ങളെ കൂടുതലായി ലൈഫിലേക്ക് കൊണ്ടുവരുവാൻ സബ് കോൺഷ്യസ് മൈൻഡ് ശ്രമിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ കൂടുതൽ നെഗറ്റീവാക്കി മാറ്റും. അതൊന്ന്. രണ്ടാമത്തെ പോയിന്റ്, ഇതുപോലെ നമ്മളോട് കുറ്റം പറയാനും നെഗറ്റീവായി സംസാരിക്കാനും താല്പര്യമുള്ള ആളുകളെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതലായി ആകർഷിപ്പിച്ച് നമ്മുടെ മുന്നിൽ കൊണ്ടുവരും. അത് ലൈഫിനെ കൂടുതൽ നെഗറ്റിവിറ്റിയിലേക്ക് വലിച്ചിടും. ഇതാണ് ഈ വൈബ് താഴുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്നത്. അതിൻ്റെ പവർ അത് നെഗറ്റിവിറ്റിയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിന് ഉപയോഗിക്കും. അതുകൊണ്ട് നമുക്ക് ഉയർന്ന തലത്തിൽ നമ്മുടെ വൈബ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കഴിവതും ഗോസിപ്പിംഗ്, മറ്റുള്ളവരെ കുറ്റം പറയുന്ന, പരദൂഷണം പറയുന്ന സ്വഭാവം കരുതിക്കൂട്ടി ഒഴിവാക്കുക. നമ്മൾ ഈ കുറ്റം പറയുന്ന ആളുകളുടെ ക്യാരക്ടർ യഥാർത്ഥത്തിൽ കുറച്ച് റോങ് ആണെങ്കിൽ കൂടിയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഫോക്കസ് ചെയ്യുന്നത് ആ റോങ് ആയ കാര്യം, കുഴപ്പം എങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് കൂടുതൽ കാണിക്കാമെന്നാണ്. അതുകൊണ്ട് കുറ്റം പറയുന്ന ശീലം വിട്ടുകളയുന്നത് തീർച്ചയായും നമ്മുടെ വൈബ് താഴാതെ നോക്കും. എന്നിരുന്നാലും ചില ഒഴിച്ചുകൂടാനാകാത്ത സാഹചര്യങ്ങളിൽ ചില നെഗറ്റീവായ വ്യക്തികളുമായി ഇടപഴകേണ്ടി വരുമ്പോൾ നമ്മളറിയാതെ നെഗറ്റീവ് സംഭാഷണത്തിലേക്ക് വഴുതി വീണ് പോകാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ കൂടുതൽ നെഗറ്റിവിറ്റി അട്രാക്ട് ചെയ്ത് അതിന്റെ ചുഴിയിലേക്ക് വീഴുന്നതിന് മുമ്പ് 3 പോസിറ്റീവ് കാര്യങ്ങളെങ്കിലും ആ സംഭാഷണത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. ആ കുറ്റം പറഞ്ഞ ആളിന്റെ നല്ല ഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടേ ആ സംഭാഷണം അവസാനിപ്പിക്കാവൂ. അല്ലാത്ത പക്ഷം ആ പറഞ്ഞ നെഗറ്റിവിറ്റി വേറെ ഏതെങ്കിലും രീതിയിൽ സ്വന്തം ജീവിതത്തിൽ അധികം താമസിയാതെ കാണേണ്ടി വരും.
നമ്മൾ കഴിവതും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കാതിരിക്കുന്നതാണ് നമ്മുടെ വൈബിന് നല്ലത്. മറ്റുള്ളവരെ കുറിച്ച് നല്ല കാര്യങ്ങളല്ലാതെ കഴിവതും പറയാതിരിക്കുക. മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞേ പറ്റുമെങ്കിൽ അവരുടെ നന്മ മാത്രം പറയുക. പോസിറ്റീവായിട്ടും ഗോസിപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ നമ്മുടെ വൈബ് താഴ്ന്നു പോകാതിരിക്കാൻ നമ്മൾ ഉപേക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ശീലമാണ് ഈ നെഗറ്റീവായ പ്രോഗ്രാംസ് കാണുന്നത്. നെഗറ്റീവായ പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ കാണുമ്പോഴോ കേൾക്കുമ്പോഴോ വായിക്കുമ്പോഴോ നിങ്ങളെ ഭയപ്പെടുത്തുകയോ സ്ട്രെസ്ഫുൾ ആക്കുകയോ നിസ്സഹായത തോന്നിക്കുകയോ ദേഷ്യം തോന്നിക്കുകയോ അതിന് പത്രങ്ങളായാലും TV ചാനലുകളായാലും യൂട്യൂബ് ചാനലുകളായാലും നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായാലും അവയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ അവ തീർച്ചയായും നിങ്ങളുടെ വൈബിനെ താഴ്ത്തുന്നുണ്ട്. വൈബ് താഴുമ്പോൾ ഉൾക്കാഴ്ച മങ്ങും, ചിന്തകൾ നെഗറ്റീവാകും. ചിന്തകൾ നെഗറ്റീവാകുമ്പോൾ സ്വാഭാവികമായും നെഗറ്റീവായ കാര്യങ്ങളെ ജീവിതത്തിലേക്ക് കൂടുതലായി അട്രാക്ട് ചെയ്യും. പലരും ഇത്തരം നെഗറ്റീവ് പ്രോഗ്രാം കാണുമ്പോൾ പറയുന്ന എക്സ്ക്യൂസ് മനുഷ്യനാകുമ്പോൾ ഇത്തരം വാർത്തകൾ കാണണ്ടേ അറിയണ്ടേ എന്നൊക്കെയാണ്. അതിനുവേണ്ടി ഈ നെഗറ്റിവിറ്റി ചാലിച്ച കണ്ടന്റുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് പ്ലഗ് ചെയ്യേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജീവിതത്തിൽ ഉയരാനും രക്ഷപ്പെടാനും ആഗ്രഹിക്കുന്ന നിങ്ങളെപ്പോലുള്ളവർ ഫോളോ ചെയ്യേണ്ട ഒരു രീതിയല്ലത്. ഇത്തരം നെഗറ്റീവ് കണ്ടന്റുകളൊക്കെ ലക്ഷ്യം വെക്കുന്നത് ഈ ലോകത്തിലെ വലിയൊരു ശതമാനം വരുന്ന ഉൾഭയം പേറുന്ന ആളുകളെയാണ്. ദി മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്സിൽ ഫിയർ എന്ന താഴ്ന്ന ബോധതലത്തിലുള്ള ആളുകളെ അവരുടെ ഉള്ളിലെ ഭയവുമായി കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അത്തരം നെഗറ്റീവ് കാര്യങ്ങൾക്ക് കൂടുതൽ കാഴ്ചക്കാരെ കിട്ടുന്നത്. സ്വന്തം വൈബിനെ ഉയർത്തി സ്വന്തം ജീവിതത്തെ ഉയർത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ഇത്തരം നെഗറ്റീവ് കാര്യങ്ങളിൽ കൂടുതൽ മുഴുകിയാൽ നേർ വിപരീത ഫലമാവും ഉണ്ടാവുക. അതുകൊണ്ട് ഫ്രീ ടൈമിൽ കൂടുതലും നിങ്ങൾക്ക് വീഡിയോ കാണുന്നെങ്കിൽ നല്ല മനസ്സിന് സന്തോഷവും സമാധാനവും തരുന്ന വീഡിയോകൾ കാണുക. നിങ്ങൾ എപ്പോഴാണോ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മനസ്സിന്റെ ഫോക്കസ് മാറ്റി മനസ്സിൽ ഭയം വളരുന്നത് നിർത്തുന്നത്, അപ്പോൾ മുതൽ നിങ്ങളുടെ മനസ്സിൽ സന്തോഷം, സ്വാഭാവിക സന്തോഷം തിരികെ എത്തും. നമ്മുടെ വൈബ് കൂടും. അതുപോലെ തന്നെയാണ് നമ്മുടെ വൈബ് താഴ്ന്നു പോകുന്നത് നിർത്താൻ ഉപേക്ഷിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അടഞ്ഞ മനസ്സാണ്. അതായത് മനസ്സിൽ പുതുതായി ഒരാശയവും ഉൾക്കൊള്ളാൻ അനുവദിക്കില്ല. ഈ പ്രപഞ്ചം മനുഷ്യന് മനസ്സ് തന്നിരിക്കുന്നത്, ചിന്താശേഷി തന്നിരിക്കുന്നത് സ്വന്തം മനസ്സ് തുറന്ന് ചിന്താശേഷിയെ വികസിപ്പിച്ച് ജീവിതത്തെ ഉയർത്തിയെടുക്കാനാണ്. ഈ പ്രപഞ്ചശക്തി നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഉയരണമെന്നും വളരണമെന്നും വികസിക്കണമെന്നുമാണ്. അതിന് മനസ്സ് തുറന്നേ പറ്റൂ. പക്ഷെ പുതുതായി ഈ ലോകത്ത് എന്ത് മാറ്റം വന്നാലും അത് എന്താണെന്ന് പോലും നോക്കാതിരിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക് യു പറഞ്ഞ് ധാരാളമായിട്ട് താങ്ക് യു പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം മാറുമെന്ന് പറയുന്നു. അതൊന്ന് നോക്കിയാലോ എന്ന് പറയുമ്പോൾ ഉടനെ അതൊക്കെ വെറുതെ പറയുന്നതാണ്, അല്ലെങ്കിൽ തന്നെ ഈ ലോകത്തെ ആളുകളെല്ലാം താങ്ക് യു പറഞ്ഞിട്ടില്ലേ ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പോഴേ മുഖം തിരിക്കുകയാണ്. എന്നാൽ വേറെ ചിലരുണ്ട്, ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. എന്തിനു നേരെയും മനസ്സ് തുറന്നു വയ്ക്കും. നല്ലതാണെങ്കിൽ ഉൾക്കൊള്ളും, മോശമെന്ന് കണ്ടാൽ അതെടുക്കില്ല. എന്താണെങ്കിലും അതൊന്ന് അറിയാൻ ശ്രമിക്കും. അവരുടെ ജീവിതം നോക്കണം, അതിനനുസരിച്ച് ഉയർച്ചയാണ്, വളർച്ചയാണുള്ളത്. ഇത് പറയുമ്പോഴാണ് എൻ്റെ ഒരു പഴയ സുഹൃത്തിനെ ഓർമ്മ വരുന്നത്. കുറച്ചു കാലം മുമ്പാണ്, ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഒരിക്കൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ പുള്ളിയോട് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും വിഷൻ ബോർഡിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കാനിടയായി. വിഷൻ ബോർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ ഞാൻ ചെറുതായിട്ട് സംസാരിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പുള്ളി അതിങ്ങനെ കേട്ട് നിന്നതേ ഉള്ളൂ, അധികം ഡൗട്ട് പോലും ചോദിച്ചില്ല. പിന്നെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ താമസസ്ഥലത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂമിൽ ആ ഭിത്തിയിൽ ഒരു വിഷൻ ബോർഡ് സ്കെച്ച് പെൻ കൊണ്ട് വരച്ചും ചില ഫോട്ടോസൊക്കെ പ്രിന്റ് ചെയ്തും ഒക്കെ വെച്ചിരിക്കുന്ന ഒരു വിഷൻ ബോർഡ് ആ ഭിത്തിയിൽ വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു വലിയ കൃഷിഭൂമിയും അതിൽ ഒരു ഓർഗാനിക് പച്ചക്കറി തോട്ടവും അതിൽ നിന്ന് വിളയിക്കുന്നത് വിൽക്കാനൊരു ഷോറൂമും. അതാണ് അദ്ദേഹം ഒരു സ്കെച്ച് പെൻ കൊണ്ട് വലിയ ഭംഗിയൊന്നുമില്ലാതെ തന്നെ വരച്ച് വെച്ചിരുന്നത് ആ വിഷൻ ബോർഡിൽ. ഇതിൻ്റെ മനോഹരമായ ഒരു ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഒരു 7-8 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിക്കുന്നുണ്ട്. അദ്ദേഹം സ്വപ്നം കണ്ടതുപോലെ ആ വിഷൻ ബോർഡിൽ വെച്ചിരുന്നത് പോലെ ഒരു ഭൂമി റോഡ് സൈഡിലായിട്ട് ഒരു ഷോപ്പ് വയ്ക്കത്തക്ക രീതിയിൽ ഒരു കരഭൂമിയും അതിൻ്റെ ബേക്കിലായിട്ട് ഒരു പാടം പോലെയുള്ള ഒരു കൃഷിഭൂമിയും അദ്ദേഹം സ്വന്തമായി വാങ്ങിയിരിക്കുന്നു എന്ന ഒരു ന്യൂസ് പറയാൻ വേണ്ടി അദ്ദേഹം വിളിച്ചിരുന്ന വിഷൻ ബോർഡ് എത്രത്തോളം പവർഫുൾ ആയിരുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. നോക്കുക, ദി ലോ ഓഫ് അട്രാക്ഷൻ എന്ന ആശയത്തെ ആദ്യമായാണ് അദ്ദേഹം കേൾക്കുന്നത്. കേട്ടപ്പോൾ തന്നെ അതെന്താണെന്നറിയാൻ താല്പര്യമായി. അതിനുവേണ്ടി മനസ്സ് തുറന്നു. കേട്ടപ്പോൾ കൊള്ളാമെന്ന് തോന്നിയപ്പോൾ അത് ഉൾക്കൊണ്ടു, നടപ്പിലാക്കി. മികച്ച റിസൾട്ടും കിട്ടി.
ഇതാണ് ഓപ്പൺ മൈൻഡ് സെറ്റിൻ്റെ ഗുണം. ഒരു കാര്യവും ഒരാശയവും പുതുതായി കേൾക്കുമ്പോൾ നമ്മൾ കണ്ണടച്ച് നിരസിക്കരുത്. ജീവിതത്തെ പരിണാമപ്പെടുത്തി ഉയർത്തിയെടുക്കാൻ പ്രപഞ്ചം നൽകുന്ന സന്ദേശങ്ങളാകും അതെന്താണെന്ന് അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കണം. നല്ലതാണെങ്കിൽ ഉൾക്കൊള്ളണം. കാരണം പുതുതായി ഒരാശയം ഉൾക്കൊള്ളാൻ തയ്യാറായില്ലെങ്കിൽ സ്വന്തം വൈബ് അതേപടി നിൽക്കും. അതേ വൈബ് അതേ ജീവിതം തന്നെ തുടരാനിടയാക്കും. ജീവിതത്തിൽ ഉയരണമെങ്കിൽ അവരവരുടെ വൈബിനെ ഉയർത്തിക്കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മുടെ വൈബ് താഴ്ന്നു പോകാതിരിക്കാനും അതിലൂടെ ജീവിതം താഴോട്ട് പോകാതിരിക്കാനും നമ്മൾ ഉപേക്ഷിക്കേണ്ട 3 ശീലങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. 1, മറ്റുള്ളവരെ കുറ്റം പറയുന്ന ശീലം തീർത്തും ഒഴിവാക്കുക. 2, മനസ്സിനെ ഭയപ്പെടുത്തുന്ന നെഗറ്റീവായ പ്രോഗ്രാമുകളിൽ നിന്ന് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യുക. 3, ഒരു ക്ലോസ്ഡ് മൈൻഡ് സെറ്റ് തീർത്തും ഒഴിവാക്കി പുതുതായി എന്തിനേയും അറിയാനും സ്വീകരിക്കാനുമുള്ള ഒരു ക്യൂരിയോസിറ്റിയും ഒരു ഓപ്പൺനെസ്സും എപ്പോഴും സൂക്ഷിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും ഈ വീഡിയോയിലെ ആശയങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. തീർച്ചയായും ഈ അറിവുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. തുടർ വീഡിയോകൾക്കായി കാത്തിരിക്കുക, ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.